എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എൻ്റെ നാടായ മാളയിലാണ്, നമ്മുടെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീടിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ പ്രേക്ഷകർ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ നല്ല റീച്ചാണ്, വളരെ സന്തോഷമായി. ഒരുപാട് പ്രേക്ഷകരുടെ നല്ല നല്ല പ്രാർത്ഥനകൾ, നല്ല നല്ല കമൻസ് എല്ലാം കാണാനും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാനും പറ്റി. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അധികം പേരും കമൻറ്റ് ചെയ്തിരുന്നത് നമ്മുടെ വണ്ടികളുടെ റിവ്യൂ ആണത്, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ കാർ പോർച്ചാണ്. കാർ പോർച്ചിലുള്ള വണ്ടി നമ്മുടെ MG ഹെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്ര സൈലോ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, ഗ്ലാമർ ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ. അപ്പോൾ നമുക്ക് ഓരോരോ വണ്ടികളെ കുറിച്ചിട്ടും വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. വണ്ടികളെ കുറിച്ച് പറയുമ്പോൾ ഏതൊരാളുടെയും വലിയൊരു ആഗ്രഹമാണ് വണ്ടി. നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യൻ്റെ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കേരളീയരുടെ വലിയൊരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു വീട്, നല്ലൊരു വാഹനം, നല്ലൊരു ഭാര്യ എന്നൊക്കെ ഉള്ളത് ഏതൊരുത്തൻ്റെ സ്വപ്നങ്ങളാണുള്ളത്. അതുപോലെ തന്നെയാണ് വണ്ടികളെ കുറിച്ചിട്ടും. എനിക്ക് വണ്ടികളെ കുറിച്ചിട്ട് വലിയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് അറിവുകളൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. സത്യം പറഞ്ഞാൽ വണ്ടികളൊന്നല്ലായിരുന്നു സബ്ജക്റ്റ്. വീട്, ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വന്നതിന് ശേഷമാണ് വണ്ടികളിലേക്ക് കടക്കുന്നത്. ആക്ച്വലി അങ്ങനെ വലിയ വലിയ വണ്ടികളൊന്നും സ്വപ്നം കണ്ടിട്ടുമില്ല. ജീവിതയാത്രയിൽ ഇങ്ങനെ ഓരോ വഴിയിലും ഓരോന്നായിട്ട് വന്ന് കയ്യിൽ ദൈവം അനുഗ്രഹിച്ച് കയ്യിൽ കിട്ടിയതാണത്. ആദ്യമായിട്ട് ഞാൻ മേടിച്ച വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റാണത്. 1975 മോഡല് ബുള്ളറ്റാണ് ഞാൻ മേടിച്ചത്. എന്നും ആളയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു 40-45 കിലോമീറ്റർ യാത്ര എന്നും അതിനകത്താണ് പോയി വന്നിരുന്നത്. പിന്നീട് അതിന് ശേഷം ജീവിതത്തിലേക്ക് വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വാഗണറാണ്. അപ്പോൾ ആ വാഗണർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തന്നെ അടുത്ത ഒരു സുഹൃത്ത്, കുടുംബ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സാൻഡ്രോ കാറ് നമുക്ക് തരികയുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 9 മാസം 10 മാസത്തോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അവരും ആ വണ്ടി, കാരണം അവരുടെ വീട്ടിൽ വണ്ടി വെറുതെ കിടക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനൊക്കെ അമേരിക്കയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ സാൻഡ്രോ യൂസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ജീവിതത്തിൽ ഒരു കാറിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ യാത്രകളിലൊക്കെ തന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ സാധാരണക്കാരുടെ, നമ്മുടെ നാടിൻ്റെ സ്വന്തം KSRTCയിലും പ്രൈവറ്റ് ബസ്സുകളിലേക്ക് തന്നെയായിരുന്നു എല്ലാ യാത്രകളും. വേറെ മോഡികളും അല്ലെങ്കിൽ അങ്ങനെ കാറ് വേണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മക്കളൊക്കെ, അതായത് കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു വാഹനം വേണമെന്നും ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത് അംബാസഡർ കാർ, ഒരു സെക്കൻഡ് ഹാൻഡ് അംബാസഡർ കാർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കാരണം അന്നത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അതേ പറ്റുള്ളൂ. അത് തന്നെ വലിയൊരു ബാലികേറമല പോലെ ആയിരുന്നു. പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ നമ്മുടെ ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. ജീവിതം പടിപടിയായിട്ട് എന്താ പറയുക ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഈ സാൻഡ്രോ ഒക്കെ ഉപയോഗിച്ച് പിന്നെ വണ്ടി ഇല്ലാതൊരു, അതായത് ഈ സാൻഡ്രോ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയം വന്നപ്പോൾ നമുക്ക് വണ്ടി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായി. അപ്പോഴും ഈ അംബാസഡർ കാറായിരുന്നു മനസ്സിൽ. ആ വണ്ടിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത് മാരുതിയുടെ വാഗണർ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ഹൈറ്റൊക്കെ, എനിക്കും ഭാര്യയ്ക്കൊക്കെ ഹൈറ്റ് ഉള്ളതാണ്. വീട്ടിൽ വാപ്പിച്ചായാലും എല്ലാവരും ഹൈറ്റ് ഉള്ളവരാണ്. അങ്ങനെ അപ്പോൾ നീണ്ടു നിവർന്നിരുന്ന് ഓടിക്കാവുന്ന ഒരു വാഹനം, എന്നാൽ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാവണ്ടേ. അങ്ങനെയാണ് വാഗണർ മേടിച്ചത്. വാഗണറിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വാഗണർ മേടിച്ച് ഏതാണ്ട് 20,000 കിലോമീറ്റർ പിന്നിട്ടതോട് കൂടിയിട്ടും ഞാൻ അതിനകത്ത് ഗ്യാസൊക്കെ ഞാൻ കയറ്റിയിരുന്നു. LPG കിറ്റൊക്കെ പുറത്തുനിന്നാണ് കയറ്റിയത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ 7.5 വർഷത്തോളം ആ വാഹനം നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഏതാണ്ട് 1,75,000 കിലോമീറ്ററോളം നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന്, നാട്ടിൽ നിന്ന് നമ്മൾ അഹമ്മദാബാദ് വരെ ആ വാഹനമായിട്ട് പോയിട്ടുണ്ട്. അതായത് ഗുജറാത്ത് യാത്ര, നമുക്ക് ഗുജറാത്തിൽ ഓഫീസ് ഉള്ളതായിരുന്നു. അപ്പോൾ ഒരിക്കലും ഗുജറാത്തിലേക്കുള്ള യാത്ര നമ്മൾ ആ വാഗണറിൽ തന്നെ ആക്കി. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ടെൻഷനാവുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാർ ഓടിച്ചുള്ളൊരു യാത്ര, അല്ലെങ്കിൽ കാറിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് അതായിരുന്നു. ഏറ്റവും വലിയൊരു യാത്ര എന്ന് പറയുന്നത് ഗുജറാത്തിലേക്ക്, നമ്മുടെ മാളയിൽ നിന്ന് ഗുജറാത്തിലേക്കുള്ള യാത്രയായിരുന്നു. പിന്നീട് നിങ്ങളെല്ലാം കണ്ട നമ്മുടെ INB ട്രിപ്പായിരുന്നു ജീവിതത്തിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള യാത്ര. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ വാഗണർ നമ്മളൊരു 7.5 വർഷത്തോളം നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ 7.5 വർഷം എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ അറിയാലോ, എന്നും എറണാകുളം പോക്കും ഈ 7.5 വർഷം കൊണ്ട് 1.25 ലക്ഷം ഓടിക്കുക കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് നമുക്ക് തോന്നി ആ വണ്ടി ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ചു. വാഗണറിൽ നിന്നൊരു മാറ്റം നമ്മൾക്ക് അനിവാര്യമായിട്ട് വന്നു. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചും കൂടി മൈലേജൊക്കെ ഉള്ള നല്ല പെർഫോമൻസ് മാർക്കറ്റിൽ കത്തി നിൽക്കുന്ന മാരുതി സ്വിഫ്റ്റിലേക്ക് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ സ്വിഫ്റ്റ് സ്വന്തമാക്കിയത്. ഇതൊക്കെ പറയുമ്പോഴും കേട്ടോ, പൈസ വെച്ചിട്ടല്ല, എല്ലാവരും സാധാരണ ശരാശരി ആൾക്കാർ മേടിക്കുന്നവർ തന്നെ ലോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അടച്ചു തീർക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ സ്വിഫ്റ്റിലേക്ക് നമ്മൾ മാറി.
ആ സ്വിഫ്റ്റ് എടുക്കുന്ന സമയം തന്നെ നമ്മളെ സംബന്ധിച്ചോളം കുട്ടികളൊക്കെ വലുതായിരുന്നു. അപ്പം അതിനുശേഷം ഈ 7.5 വർഷം കാലയളവിൽ മൂന്നാമത്തെ മകളുണ്ടായിരുന്നു, അൽഹാൻ ഹാരിസും. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ ഈ പീരീഡിലൊക്കെ വളർന്ന് വലിയ ഉയരൊക്കെ വെച്ച്, അപ്പോൾ പിന്നെ അതുവരെയും മടിയിലിരുന്ന കുട്ടികൾക്ക് ഇരിക്കാനൊരു സീറ്റ് വേണമെന്ന് അങ്ങനെ സൗകര്യങ്ങൾ കൂടുതൽ വേണ്ടി വന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതായിരുന്നു മഹേന്ദ്ര സൈലോ എടുത്ത സമയത്ത് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കുടുംബസമേതം എല്ലാവിടും പോകാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എന്തുകൊണ്ട് സൈലോ എടുത്തെന്ന് വെച്ചാൽ എൻ്റെ അന്നത്തെ സാമ്പത്തികം എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും കൂടി ഇരുന്ന് പോകാവുന്ന, അതായത് ഞാൻ, വാപ്പ, ഉമ്മ, ഭാര്യ, കുട്ടികൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് പോകാവുന്ന ഒരു വാഹനം എന്നുള്ള നിലക്കാണ് ഒരു അന്വേഷണം പോയത്. അങ്ങനെ ബൊലേറോ നോക്കി, തവേര നോക്കി, അങ്ങനെ എല്ലാവരും പഴയ കോളീസ് കിട്ടാണ്ടോ നോക്കി, അങ്ങനെയൊക്കെ കുറേ നോക്കി. അങ്ങനെയാണ് നമ്മൾ അവസാനം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിലക്ക് നമ്മൾ സൈലോയിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്നോവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നോവയും സൈലോയും തമ്മിൽ ഏതാണ്ട് ഒരു 4.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു ടാസ്ക് ആയിരുന്നു അന്ന്. അപ്പോൾ അന്ന് സൈലോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-11 ലക്ഷം കണ്ടായിരുന്നു. 10.5 ലക്ഷം 11 ലക്ഷമാണ് എല്ലാം കൂടിയിട്ട് വന്ന സമയമാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ സൈലോ എടുത്തത്. അങ്ങനെ 2012 മോഡല് സൈലോ, അതായത് ആ സമയത്ത് 2012 നമ്മളത് എടുക്കുന്നത്. ഓർമ്മ ശരിയാണെന്നാണ് വിചാരിക്കുന്നത്, പെട്ടെന്ന് പറഞ്ഞു പോകണതല്ലേ. അപ്പം അങ്ങനെ 2012 സൈലോ മേടിച്ച്. അപ്പോൾ വാഗണറിന് ശേഷം നമ്മൾ മേടിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ സൈലോ ആയിരുന്നു കേട്ടോ. കാരണം വാഗണർ വാഗണർ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നു. പക്ഷേ കുടുംബസമേതം എല്ലാവർക്കും യാത്ര ചെയ്യാൻ വാഗണറിൽ കുട്ടികൾ, കാരണം ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് സൈലോയിലേക്ക് മാറുന്നത്. പിന്നെ സൈലോ എടുക്കുമ്പോൾ വേറെ ഇതും കൂടി ഉണ്ടായിരുന്നു. വാപ്പച്ചിക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് വയ്യായികളും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ പേരിൽ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് മറ്റൊക്കെ പോകുമ്പോൾ ഈ സൈലോ ആകുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നീണ്ടു നിവർന്നിരുന്ന് ഓടിക്കാനും കൊണ്ടുപോകുന്ന ഫാദറും എന്നെ പോലെ തന്നെ നല്ല ഫിഗറൊക്കെ ആയിരുന്നു. അപ്പോൾ ആളെയൊക്കെ ഇരുത്തിയും കിടച്ചൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ള സൗകര്യപ്രദമായിരുന്നു ആ സൈലോ എന്ന് വെച്ചാൽ ഈ സൈലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സൈലോയിലേക്ക് വന്ന്. സൈലോ പക്ഷെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ്. ഇത്രയും വർഷം പിന്നിടുമ്പോഴും നിങ്ങൾക്ക് സൈലോ കാണാം. പിന്നെ റീസെയിൽ വാല്യൂ കുറവെന്നുള്ള ഒരു വിഷയമുണ്ട്. പിന്നെ സൈലോന്റെ ഒരു ഡ്രോബാക്ക് എന്ന നിലക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ബോഡി റോളിങ് കുറച്ച് കൂടുതലാണ്. അതായത് മോശം റോഡൊക്കെ ആണെങ്കിൽ വണ്ടി ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അകത്ത് കുലുക്കം കൂടുതലായിരിക്കും. എന്നാൽ നല്ല റോഡിൽ നല്ല ഹൈവേയിലൊക്കെ പുലിയാണ്, അടിച്ച് പൊളിച്ച് പോകാം. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എത്ര ദൂരം ഓടിച്ചാലും ഒരു ക്ഷീണമൊന്നും തോന്നില്ല. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നിലക്കുള്ള സ്റ്റഡിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം ചെയ്തിരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരു 3-4 ദിവസം പോയി നിന്നിരുന്നു. കാരണം അവിടെ ചെന്നിട്ട് വരുന്ന ടാക്സി ഏരിയയിൽ പോയിട്ട് ഈ ടാക്സി ആയിട്ട് വരുന്ന വണ്ടികളുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ആ സമയത്തുള്ള ഡൽഹിയിൽ ടാക്സി ഒരുപാട് കണ്ട്. അപ്പോൾ അങ്ങനെ സൈലോനോടുള്ള ഇഷ്ടം കൂടുതലാണ്. പിന്നീട് സൈലോനോടൊരു ഇഷ്ടം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ INB ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിൽ ലേ ലഡാക്ക് സൈഡിലൊക്കെ പോയപ്പോൾ സൈലോ വളരെയധികം ടാക്സിക്കാർ സൈലോ കൊണ്ടുപോകുന്നു. സൈലോയുടെ മുകളിൽ വലിയ കാരിയറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സാധനങ്ങളും ആൾക്കാരൊക്കെ കൊണ്ട് ആ ദുർഘടം പിടിച്ച പാതയിലൂടെ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ സൈലോനുള്ള ഇഷ്ടം വളരെയധികം കൂടുക ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സൈലോ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് വളരെ പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ബുള്ളറ്റിനെ കുറിച്ച് അതിന് മുമ്പ് പറയേണ്ട ഒരു വാഹനമാണ് നമ്മുടെ ഹീറോ ഹോണ്ട ഗ്ലാമർ. കാരണം എന്ന് വെച്ചാൽ അത് വാപ്പച്ചിക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണത്. അപ്പോൾ അതിക്ക് മുമ്പ് വാപ്പച്ചി സ്ഥിരമായിട്ട് ബുള്ളറ്റ്, നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റ് ഞാൻ പറഞ്ഞില്ലേ 75 മോഡൽ വണ്ടി, അത് അദ്ദേഹം എപ്പോഴും എടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബൈപ്പാസൊക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തും അത് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ബുള്ളറ്റ് കിട്ടിയ വിലക്ക് വിറ്റ്. അന്ന് ആ ബുള്ളറ്റ് ഞാൻ മേടിച്ചത് 19,500 രൂപക്കാണ് ആ ബുള്ളറ്റ് അന്ന് മേടിച്ചതെങ്കിൽ ഞാനത് വിൽക്കുന്ന സമയത്ത് ഒരു 25,000 രൂപക്കാണ് ഞാനത് വിറ്റത്. പിന്നീട് ഈ ഗ്ലാമറാണ് വാപ്പച്ചിക്ക് വേണ്ടി മേടിച്ച വാഹനം. ഇതാണ് വാപ്പച്ചി യൂസ് ചെയ്തിരുന്ന ഹീറോ ഹോണ്ട ഗ്ലാമർ. 2009 മോഡലാണ്. ഇതുവരെ 34,524 കിലോമീറ്റർ. അതിനകത്ത് 34,000 കിലോമീറ്ററും വാപ്പച്ചിയാണ് ഓടിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വാപ്പച്ചി ഇവിടെ ഓടിച്ചിരുന്ന, അതായത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള മാർക്കറ്റിലേക്ക് മീൻ മേടിക്കാനോ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളിയിലേക്ക് പോകാനൊക്കെയാണ് വാപ്പച്ചി അധികം വണ്ടി എടുത്തിരുന്നത്. അപ്രകാരം ആ സ്ഥലത്തൊക്കെ ഞാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളൊക്കെ പോകുമ്പോൾ പള്ളികളിലേക്ക് ഈ വണ്ടി തന്നെ എടുത്തിട്ട് പോകാറ്. വാപ്പച്ചി പോയ വഴികളിലൂടെ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതും ഒരു മനസ്സമാധാനമാണ്. ഈ ലോകത്തില്ല, നമുക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാപ്പച്ചി മരിക്കുന്നത് വരെയും ഓടിച്ചിരുന്ന വാഹനം ഇതായിരുന്നു. ഓർമ്മ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കോമ സ്റ്റേജിൽ വാപ്പച്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ വേറെ പറയാം മറ്റൊരു വീഡിയോയിൽ. ഓർമ്മ പോകുന്നതിന് മുമ്പ് വരെയും
അതായത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് വരെ ഇതിനകത്താണ് പോയിട്ട് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ബിരിയാണിയും സംഭവങ്ങളൊക്കെ മേടിച്ച് വന്നത്. പിന്നെ അതിനിടയ്ക്ക് വാപ്പച്ചിക്ക് ഒരു ആഗ്രഹം തോന്നുക ചെയ്ത ബുള്ളറ്റിനോട്. ആ പീരീഡിൽ പുതിയ മോഡൽ വണ്ടികൾ ബുള്ളറ്റുകൾ ധാരാളം ഇറങ്ങി തുടങ്ങിയിരുന്നു. ക്ലാസിക് 350 ഒക്കെ നല്ല രീതിയിൽ മാർക്കറ്റിൽ അടിച്ച് കയറുന്നു. 6 മാസം വരെ ബുക്കിംഗ് ഒക്കെ വേണം. ആ ഒരു സാഹചര്യത്തിൽ വാപ്പച്ചി പലപ്പോഴായിട്ട് ബുള്ളറ്റിനെ കുറിച്ച് പറയുന്നത്, എനിക്കൊരു വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബുള്ളറ്റ് എന്നുള്ളത്. അപ്പോൾ ആ സമയത്തും ഇങ്ങനെ പല പല വയ്യായികൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആള്. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് വഴി കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്തു. അതായത് ഒരു 15,000 രൂപയോളം എക്സ്ട്രാ കൊടുത്തിട്ടാണ് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഒരു 4 ദിവസം കൊണ്ട് അഭിജി ആഗ്രഹം പറഞ്ഞ 4 ദിവസം കൊണ്ട് എനിക്ക് ഒരു ബുള്ളറ്റ് ആൾക്ക് പുതിയത് തരപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റി. അഭിജിയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം മേടിച്ച ഒരു ബുള്ളറ്റാണത്. ഇതാണ്ട് ഇപ്പോൾ ഒരു 4.5 വർഷം ആയിട്ടുണ്ടാവും. ഈ 4-5 വർഷം കൊണ്ട് വണ്ടി ഓടിയേക്കണത് 2896 കിലോമീറ്റർ മാത്രമാണ് അത് ഓടിയേക്കണത്. 2896 കിലോമീറ്റർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 700-800 കിലോമീറ്റർ 700 കിലോമീറ്റർ എന്തെങ്കിലും വാപ്പിച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. INB ട്രിപ്പിന് മുമ്പ് ഞാൻ പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ബുള്ളറ്റ് നമുക്ക് ഇനി വേണോ, വെറുതെ വെച്ച് കളയണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ INB പോയി വന്നോട് കൂടിയിട്ട് ബുള്ളറ്റിനോടും അതുപോലെ തന്നെ സൈലോനോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലേ ലഡാക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും ബുള്ളറ്റിനോടുള്ള ഇഷ്ടം മനസ്സിൽ വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ എടുത്തതാണ് ഈ ബുള്ളറ്റ്. ഇതും വാപ്പിച്ച് കുറച്ച് നാൾ ഓടിച്ചിരുന്നു. അപ്പോഴേക്കും വീണ്ടും വയ്യായികൾ. കാരണം ആദ്യത്തെ ബുള്ളറ്റ് എന്തുകൊണ്ട് വിറ്റെന്ന് വെച്ചാൽ കിക്കറിൽ അടിച്ച് സ്റ്റാർട്ടാക്കണം, ബാലൻസ് ചെയ്യണം, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അതിൻ്റെ പേരാണ്. പുതിയ ബുള്ളറ്റിലേക്ക് വരാൻ കാരണം സെൽഫാണല്ലോ, ബട്ടൺ ഞെക്കിയാൽ സ്റ്റാർട്ടാവും. അപ്പോൾ വാപ്പിച്ച് കുറേ കൂടിയും കംഫർട്ട് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ബുള്ളറ്റ് മേടിച്ചത്. അപ്പോൾ ഇതുവരെയും യൂസ് ചെയ്ത വണ്ടികളുടെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റായിട്ട് നമുക്ക് വന്ന അതിഥി MG ഹെക്ടർ ആണത്. MG ഹെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ MG ഹെക്ടർ എന്നുള്ള സബ്ജക്റ്റേ ഉണ്ടായിരുന്നില്ല. INB ട്രിപ്പിൽ സുജിത് ഭക്തൻ എപ്പോഴും നോക്കിയാലും ഈ MG എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. MGയുടെ റിവ്യൂ നോക്കുക, സുജിത്ത് മെമ്മിലും MGനെ കുറിച്ച് സംസാരം. അപ്പോൾ ഞാനിത് കേട്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ പഞ്ചാബിൽ നമ്മൾ വണ്ടി റിവ്യൂവിന് വന്ന സമയത്ത് MGയുടെ ഷോറൂമിൽ ചെന്നപ്പോഴാണ് MG ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതും അതിനകത്ത് ഇരിക്കുന്നതും യാത്ര ചെയ്യണതും. അപ്പോൾ അന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു MG ഹെക്ടർ മേടിച്ചാൽ കൊള്ളാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്വിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്വിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയം എന്ന് വെച്ചാൽ അവർ തന്നെ നല്ല വിലക്കെടുത്ത്, വണ്ടിക്ക് 4-4.5 വർഷത്തെ പഴക്കമുണ്ടായിരുന്നുള്ളൂ. അവർ എനിക്ക് 5 ലക്ഷം രൂപയോളം വണ്ടിക്ക് വില കിട്ടി. അതിനോടൊപ്പം തന്നെ നോ ക്ലെയിം ബോണസും അതും ഇതും എല്ലാം കൂടിയിട്ട് പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസിലും ഒരു 50,000 രൂപയോളം ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെ മൊത്തം സ്വിഫ്റ്റ് കൊണ്ട് എനിക്കൊരു 5.5 ലക്ഷം രൂപയോളം ഈ പുതിയ വണ്ടി മേടിച്ചപ്പോൾ എനിക്കത് കുറച്ച് അറേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ കൂടി ഒരു സൗകര്യം ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പം കാണുന്ന ഈ 4 വണ്ടികളും നമ്മുടെ കയ്യിൽ വന്നത്. വണ്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളെ ഈ കാർ പോർച്ച് റിവ്യൂ വേണമെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വണ്ടികൾ വന്ന സമയത്താണ് നമ്മൾ പോർച്ചിൻ്റെ ഈ അടുത്തിടെയാണ് വീട് പുതുക്കി പണിതപ്പോൾ പോർച്ചും വലുതാക്കി പണിതത്. പലരും ചോദിച്ചിരുന്നു ഈ കാർ പോർച്ചിന് എന്ത് ചിലവ് വന്നെന്ന്. എനിക്ക് കാർ പോർച്ച് മൊത്തം സെറ്റ് ചെയ്യാണ്ട് എനിക്കൊരു 1.5 ലക്ഷം രൂപയാണ് എനിക്ക് പോർച്ചിന് വേണ്ടി വന്നിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ അടിപൊളി സ്റ്റൈലുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല, വെറും ഒരു സ്ട്രക്ചർ മാത്രം. ഇങ്ങനെ പണിയാൻ കാരണമുണ്ട്, നാളെ സോളാർ പാനലും മറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഈ രീതിയിൽ പണിതത്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ ഈ രീതിയിലുള്ള 2 ആർച്ചുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടും ഈ ആർച്ചുകളാണ് ഇതിനൊരു എക്സ്ട്രാ ഭംഗി നമുക്ക് തോന്നിപ്പിക്കാൻ കാരണം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം പണി പെട്ടെന്ന് തീരും, ഒരുപാട് ഇതുകളില്ല, മെയിൻ്റനൻസും കുറവ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു വെർട്ടിക്കൽ ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർച്ചിലെ വെർട്ടിക്കൽ ഗാർഡനാണ് ഈ കാണുന്നത്. പോർച്ചിൽ ഇങ്ങനെ മൊത്തത്തിൽ വെർട്ടിക്കൽ ഗാർഡനുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ബാക്ക് സൈഡ് നെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെയുള്ള ടൈൽ എന്ന് പറഞ്ഞാൽ 3D ടൈലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ. പോർച്ചിനോട് ചേർന്ന് തന്നെ എന്താ നമുക്ക് ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ടുട്ടുമണി ഇതൊക്കെ കാണിച്ചിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായയൊക്കെ കുടിച്ച് വന്നിരിക്കാനും സ്വസ്ഥമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. വണ്ടി കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാം, ചെസ്സ് ക്യാരം ബോർഡൊക്കെ ഇവിടെ വന്നിരുന്ന് കളിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹെൽമെറ്റുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെൽമെറ്റുകൾ. ഇതൊക്കെ ഓരോ യാത്രയിലും മേടിച്ചിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് നമ്മുടെ വിയറ്റ്നാം വാർ മ്യൂസിയത്തിൽ പോയപ്പോൾ മേടിച്ചതാണ് ഈ ഒരു മോഡൽ ഹെൽമെറ്റ്. അപ്പോൾ ആർമി ടൈപ്പ്. അപ്പോൾ ഇത് വിയറ്റ്നാമിൽ നിന്ന് ഇവിടുത്തെ യാത്രയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇത് തായ്ലൻഡിൽ നിന്നുള്ള ഹെൽമെറ്റാണ് കേട്ടോ. തായ്ലൻഡ് പോലീസുകാരുടെ പോലത്തെ ആ മോഡൽ ഹെൽമെറ്റാണത്. അപ്പോൾ ഇതും നമുക്ക് ഇഷ്ടപ്പെട്ടു ഓരോരോ മോഡലുകൾ കാണുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ നാട്ടിലെ സാധാ ഹെൽമെറ്റ്. അതുപോലെ തന്നെ ഇത് നമ്മൾ സൈക്ലിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണത്.
സൈക്കിളിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയും ഓരോന്നോരോന്ന് പറയാമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ താല്പര്യമാണത്. ആ താല്പര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്തടുത്ത വീഡിയോസ് കൊണ്ടുവരുന്നത്. സൈലോനെ കുറിച്ച് പറയുമ്പോഴേ സൈലോന്റെ നമ്മൾക്കുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സൈലോന്റെ ഹൈറ്റാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്നിരുന്ന് ഓടിക്കുക. പിന്നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോട്ടിൽ നിന്ന് കാണുന്നത് നല്ല ഹൈറ്റിലാണ്, മറ്റു വണ്ടികളൊക്കെ മോൾ വശം. അതായത് ശരിക്കും ഈ ഒരു സെഗ്മെന്റ് വണ്ടിയിൽ നല്ല ഇടുപ്പുള്ള വണ്ടിയും ഇപ്പൊ യൂസ് ചെയ്ത് പലരും ചോദിക്കുക ഈ എന്തിനും സൈലോ പക്ഷെ ഞാൻ യൂസ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് വണ്ടിയുടെ ആകാം, ഞാൻ പരമാവധി നല്ല രീതിയിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളാണത്. അപ്പൊ അതുപോലെ തന്നെ വണ്ടിയുടെ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സിൽവർ കളറാണ് വണ്ടികളിലും. എൻ്റെ വാഗണർ സിൽക്കി സിൽവർ ആയിരുന്നു. സൈലോന്റെ മോഡലിൽ വരുന്ന സിൽവർ ആണത്. സൈലോന്റെ അകത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് അകത്ത കാഴ്ചകളാണ്. സീറ്റൊക്കെയാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര നാളെ കൊണ്ട് സൈലോ എന്തോരം ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 94,219 കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടി ഇതുവരെയും ഓടിയിരിക്കുന്ന കാഴ്ച. അതുപോലെ വണ്ടിയുടെ ഇന്റീരിയറിലൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ കാണാനുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോങ് ഒക്കെ ആകുമ്പോൾ അവർക്ക് കാഴ്ചകൾ, സിനിമ കാണാം, ഗെയിമുകൾ കളിക്കാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ MG ഹെക്ടർ. അപ്പോൾ ഇതും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയും വളരെ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു വണ്ടിയാണത്. ഇപ്പൊ 10,000 കിലോമീറ്റർ അടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ 2 വണ്ടികളുള്ളതിൻ്റെ മാറി മാറി ഓടിക്കുന്നതിന്റെ പേരിൽ ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടാണ്. പിന്നെ ഭയങ്കര സേഫ്റ്റി സൈഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. കാരണം ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഇതാണ്. ഞാൻ ഈ ഓരോ വണ്ടികളുടെ ഇപ്പൊ സൈലോ ആയിരുന്നാലും ഇതായിരുന്നാലും ഒന്നും എഞ്ചിൻ സൈഡ് ഒന്നും ഡീറ്റെയിൽ ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ എനിക്ക് അതിന് വലിയ നോളജ് എനിക്ക് അതിനെ കുറിച്ചില്ല. രണ്ടാമത്തെ കാര്യം യൂട്യൂബ് ചാനലുകളിലെ എല്ലാ വണ്ടികളുടെയും എല്ലാ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും പെർഫോമൻസ് എല്ലാം ഡീറ്റെയിൽ റിവ്യൂസ് ഓരോരുത്തർ ചെയ്തിട്ടവരുണ്ട്. അതാത് മേഖലകളിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരും. അപ്പൊ എനിക്ക് കീ കിട്ടാതെ നമ്മൾ ഓടിക്കുക. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അവിടെ അത്യാവശ്യം വല്ല ഫ്യൂസ് പോകെ അങ്ങനെ ചെറിയ ചെറിയ ലൊട്ടിലോടുക്ക് പണികൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാരണം ഇതെന്റെ മേഖല അല്ലാത്തതിന്റെ പേരിൽ. അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ വണ്ടികൾ നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ചിട്ട് പരമാവധി അറിയാനും അന്വേഷിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. MGയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ റിവ്യൂനൊന്നും പോകാഞ്ഞത്. വണ്ടി വന്ന് പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഓക്കെ നന്നായിരിക്കും എന്നുള്ള പേരിൽ. പക്ഷെ ഇപ്പോൾ വണ്ടി മേടിച്ച് ഇത്ര നാളെത്തിയെങ്കിലും 10,000 കിലോമീറ്റർ പിന്നിടുമ്പോഴും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇന്റർനെറ്റ് കാർ എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ ലക്ഷറിയാണ്. അതിന്റെ പേരിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴും അവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. പക്ഷെ അതിപ്പോൾ വില കൊണ്ട് മാത്രമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 21 ലക്ഷം രൂപ നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുമ്പോഴും ഓൺ റോഡ് 21 ലക്ഷം വരുമ്പോഴും ഈ ഒരു ഫീച്ചേഴ്സ് വണ്ടി ഇതേ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ നമുക്ക് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു 25-30 ലക്ഷം കൊടുക്കേണ്ടി വരുന്നതാണ് മറ്റ് ബ്രാൻഡുകളിലേക്കൊക്കെ പോകുമ്പോൾ. ഇപ്പൊ തന്നെയല്ല എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വാഹനങ്ങൾ ഞാൻ മേടിക്കാറ്. കാരണം എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ ആ വണ്ടിയുണ്ട് ഇയാളുടെ ഈ വണ്ടിയുണ്ട് എന്നുള്ള ഒരു കാരണം നിങ്ങൾ നോക്കിയിട്ട് മേടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ നിർദ്ദേശം. നിങ്ങളുടെ വരുമാനം എന്താണ്? നിങ്ങൾക്കിപ്പോൾ ലോൺ ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് റീപേയ്മെന്റും നാളെ ആ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾ ആ മോഡൽ വണ്ടികൾ മേടിക്കുക. കാരണം ഒരു വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് പല രീതിയിലാണത്. ഓരോ സ്ഥലത്തും വണ്ടികളുടെ താല്പര്യങ്ങളൊക്കെ വെവ്വേറെ രീതിയിലാണ്. നമ്മുടെ കേരളത്തിലെല്ലാവർക്കും ഇടയ്ക്ക് ഇന്നോവയായിരുന്നു പ്രധാനമെങ്കിൽ നമ്മൾ ഗുജറാത്തിൽ ചെന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം ചോദിച്ചു എന്തിനാണ് സൈലോ എടുത്തത്. കാരണം തവേര എടുത്താൽ പോരാ, നല്ല മൈലേജ് ആണ്. കാരണം ഗുജറാത്തിലെല്ലാവരും ഒരു വീട്ടിൽ തന്നെ 3, 4, 5 തവേരൊക്കെ വെച്ച് കാണാൻ കഴിയും. അല്ലെങ്കിൽ തവേരക്കായിരുന്നു പ്രാധാന്യം. അവിടെ ഇന്നോവയ്ക്കോ സൈലോ മഹേന്ദ്രയുടെ വണ്ടികൾക്കല്ലായിരുന്നു താല്പര്യം കണ്ടിരുന്നത് ആ സമയങ്ങളിൽ. അപ്പൊ എന്നോട് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് സൈലോ എടുത്തതെന്ന്. കേരളത്തിലെ സുഹൃത്തുക്കളെ അധികം ചോദിക്കുമ്പോൾ ഇന്നോവ എടുത്താൽ പോരായിരുന്നു. ബീഹാറിൽ ചെല്ലുകയാണെങ്കിൽ നേരെ മറിച്ച് എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യും. UP ബീഹാർ സൈഡിൽ അധികം സ്പെഷ്യലി ബീഹാർ സൈഡെല്ലാം മഹേന്ദ്രയുടെ വണ്ടികൾക്കാണ്. അത് സ്പെഷ്യലി ബൊലേറോ അവർ പറയുന്നത് ബൊലേറോ എടുത്താൽ പോരായിരുന്നു, വണ്ടി സ്ട്രോങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ അന്നത്തെ ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം ഞാൻ മേടിച്ചു, ഉപയോഗിച്ചു. നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ ലോണുകളും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പറ്റിയ ആ സമയത്ത് ഞാൻ കുറെ കൂടി ലക്ഷറി ആയിട്ടുള്ള വണ്ടികളിൽ പോയിരുന്നെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേനായിരുന്നു. അപ്പൊ നമ്മുടെ ഓരോ സമയത്തെ നമ്മുടെ വരുമാനം ബഡ്ജറ്റിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം വാഹനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന MG ആയിരുന്നാലും സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു.
അപ്പോൾ വാഹനങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നതെല്ലാം തന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളും മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണ്, ഇഷ്ടംപോലെ ടൈമുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ പ്രേക്ഷകരുടെ ചോദ്യം എന്തോ ആയിക്കോട്ടെ, അത് എനിക്ക് ചെയ്യാൻ പറ്റണതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് 1-2 ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ഗവൺമെൻറ് ആരോഗ്യവകുപ്പൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുക, മതിയായിട്ടുള്ള അകലം പാലിക്കുക, കൈയൊക്കെ കഴുകുന്ന കാര്യത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സാമൂഹിക അകലമായിക്കോട്ടെ, വൃത്തിയുടെ കാര്യങ്ങളായിക്കോട്ടെ, ഗവൺമെൻറ് തരുന്ന നിർദ്ദേശങ്ങളായിക്കോട്ടെ എല്ലാം പാലിച്ച് നമുക്ക് ഈ ഇപ്പോഴത്തെ COVID-19 എന്ന മഹാമാരിയെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.